വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. 2025 ഏപ്രിൽ 21 അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ഹോപ്പ്, HOPE, ഹോപ്പ് എന്നാണ് ആത്മകഥയുടെ പേര്. ഈ ആത്മകഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഔദ്യോഗിക പദവിയിലിരിക്കെ ഒരു മാർപ്പാപ്പ രചിച്ച ആദ്യത്തെ ആത്മകഥ കൂടിയാണ് ഇത്. 2025 ഏപ്രിൽ 21 അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ഹോപ്പ് എന്നാണ് ആത്മകഥ. ഔദ്യോഗിക പദവിയിലിരിക്കെ ഒരു മാർപ്പാപ്പ രചിച്ച ആദ്യത്തെ ആത്മകഥയാണിത്. നെക്സ്റ്റ് വൺ, ദക്ഷിണ കാശ്മീരിലെ അനന്തനഗറിലെ പഹൽഗാമിലുള്ള ബൈസരണിൽ ഏപ്രിൽ 22 നടന്ന ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എത്ര പേരാണ്? 26 പേര്. അപ്പൊ ദക്ഷിണ കാശ്മീരില് നമുക്കറിയാം പഹൽഗാമില് ഭീകരാക്രമണം നടന്നു. അത് നടന്നത് ഏപ്രിൽ 22 2025 ഏപ്രിൽ 22 എത്ര പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഓർത്തു വെക്കണം നമ്മൾ. 26 പേരാണ് കൊല്ലപ്പെട്ടത്. കേരളത്തിലെ 50-ാമത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ആര്? ഡോക്ടർ എ ജയതിലക്. കേരളത്തിലെ 50-ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലക് ആണ്. നെക്സ്റ്റ് വൺ, പാക് പരിശീലനം ലഭിച്ച ഭീകരവാദികളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകര പ്രവർത്തനം അവസാനിപ്പിക്കും വരെ ഇന്ത്യ മരവിപ്പിച്ച കരാർ ഏതാണ്? സിന്ധു നദീജല കരാർ. അതായത് പാകിസ്ഥാന്റെ പരിശീലനം കിട്ടി കുറെ ഭീകരവാദികള് നമ്മുടെ ഇന്ത്യ ആക്രമിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, ആക്രമിച്ചു. അങ്ങനെ ഈ ഭീകര പ്രവർത്തനം എന്നാണ് അവസാനിപ്പിക്കണേ അന്ന് വരെ ഈ ഒരു കരാറ് നമ്മൾ എന്താണ് മരവിപ്പിക്കുകയാണെന്ന് ഇന്ത്യ ഡിക്ലെയർ ചെയ്ത കരാർ ഏതാണ്? സിന്ധു നദീജല കരാറാണ്. എന്താണെന്നറിയാലോ, സിന്ധു നദിയുടെയും പോഷക നദികളുടെയും ജലം ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് സിന്ധു നദീജല കരാർ. അപ്പൊ അത് താൽക്കാലികമായിട്ട് മരവിപ്പിച്ചേക്കാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി അടുത്തത്, 2025 ഏപ്രിൽ 25 അന്തരിച്ച മലയാളി കൂടിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണ്? അദ്ദേഹത്തെ കുറിച്ച് വേറൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അതായത് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനായിട്ട് മാധവ് ഗാഡ്ഗില് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് പുനഃപരിശോധിക്കാനായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഒരു സമിതിയെ നിയമിച്ചു. ആ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ കെ കസ്തൂരി രംഗൻ അല്ലെ. അപ്പൊ ഡോക്ടർ കെ കസ്തൂരി രംഗൻ 2025 ഏപ്രിൽ 25 അന്തരിച്ചു. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ധാരാളമാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം 1994 തൊട്ട് 2003 വരെയുള്ള കാലഘട്ടത്തില് ISROന്റെ ചെയർമാനായിട്ട് 5-ാമത്തെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഓർത്തു നോക്കി. ചിലപ്പോ ISROന്റെ 5-ാമത്തെ ചെയർമാൻ പദവിയിൽ ഇരുന്നത് ആരാണെന്നൊക്കെ. ഇദ്ദേഹം മരിച്ചതാണല്ലോ. അപ്പൊ കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ, അങ്ങനെ ചോദിക്കാട്ടോ. ഇനി അടുത്തത്, 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ ആരാണെന്നാണ് അടുത്ത ചോദ്യം. സമർ അബു എലൂഫ് ആണ് ഫോട്ടോഗ്രാഫർ. ആരാണ്? സമർ അബു എലൂഫ്. ഒന്നുകൂടെ പറയാം, 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ ആരാണ്? സമർ അബു എലൂഫ് ആണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 ഇതിനു മുമ്പുള്ള ഒരു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 2024 മാർച്ചില് ഗാസയിൽ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തില് ഇരു കൈകളും നഷ്ടപ്പെട്ടിട്ട് എന്താ പറയാ തോളിന് താഴെ വെച്ച് അറ്റുപോയിട്ടുള്ള മുഹമ്മദ് അജോർ എന്ന് പറയുന്ന ഒരു കുട്ടി, 9 വയസ്സുള്ള കുട്ടിയുടെ ചിത്രമാണ് അദ്ദേഹം പകർത്തിയത്. അതിനാണ് അദ്ദേഹത്തിന് വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, വാഷിംഗ്ടൺ, ന്യൂയോർക്ക് തുടങ്ങിയ US നഗരങ്ങളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏപ്രിൽ 19 നടന്ന പ്രക്ഷോഭത്തിന്റെ പേരെന്താണ്? പ്രക്ഷോഭത്തിന്റെ പേര് ഇതാണ്, 50-51. 50-51 എന്താണ്? അതായത് 50-501 എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ 50,501. ഇത് എന്താന്ന് വെച്ചാൽ 50 പ്രതിഷേധങ്ങൾ, 50 സംസ്ഥാനങ്ങൾ, ഒരു മുന്നേറ്റം. അതാണ് ഈ 50-50 ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 50 പ്രൊട്ടസ്റ്റ്,
50 സ്റ്റേറ്റ്സ് 1 മൂവ്മെന്റ്. 50 പ്രതിഷേധങ്ങൾ, 50 സംസ്ഥാനങ്ങൾ, ഒരു മുന്നേറ്റം എന്നുള്ളതാണ് ഈ 50-50 ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ സംഭവം എന്നൊന്നും കൂടെ പറയാം. വാഷിംഗ്ടൺ, ന്യൂയോർക്ക് തുടങ്ങിയ US നഗരങ്ങളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏപ്രിൽ 19 നടന്ന പ്രക്ഷോഭത്തിന്റെ പേരാണ് 50-50-1 എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. എന്താണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്? കടുവ സംരക്ഷണത്തിനുള്ള ആഗോള കൂട്ടായ്മയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനവും സെക്രട്ടേറിയറ്റും എവിടെ സ്ഥാപിക്കുന്നതിനായിട്ടാണ് ധാരണയായത് എന്നാണ് ചോദിക്കുന്നത്. ന്യൂഡൽഹി. അപ്പൊ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അഥവാ IBCA-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, സെക്രട്ടേറിയറ്റ് ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് എന്ന്. അടുത്തത് വിവിധ സാംസ്കാരിക വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ 34 പ്രസംഗങ്ങൾ സമാഹരിച്ച് ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നാണ് ചോദിക്കണേ. സംസ്കൃതി കാ 5 അധ്യായ്. എന്താണ്? സംസ്കൃതി കാ 5 അധ്യായ്. അങ്ങനെ പറഞ്ഞാൽ സംസ്കൃതിയുടെ 5ാം അധ്യായം, അത്രേ ഉള്ളൂ. അതാണ് ആ പുസ്തകത്തിന്റെ പേരെന്ന് മനസ്സിലാക്കാം. ഇനി ഇന്ത്യയില് പുതിയതായിട്ട് സ്ഥാപിച്ച ത്രിഭുവൻ ദേശീയ എന്താ പറയാ സഹകരണ യൂണിവേഴ്സിറ്റി, കോപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റിയുടെ ആ സ്ഥാനം എവിടെയാണ്? ആനന്ദിലെ, ഗുജറാത്ത് ആണ്. അപ്പൊ ഇന്ത്യയിൽ പുതിയതായിട്ട് സ്ഥാപിച്ച ത്രിഭുവൻ സഹകരണ സർവകലാശാല, അതായത് ഇന്ത്യയിൽ പുതിയതായി ആരംഭിച്ച കോപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ത്രിഭുവൻ കോപ്പറേറ്റീവ് എന്താ പറയാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? ഗുജറാത്തിലെ ആനന്ദാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് മനസ്സിലാക്കിക്കോളൂട്ടോ. ഇനി അടുത്തത് ഏത് രാജ്യമാണ് അടുത്തിടെ ആണവ ആയുധം ഇല്ലാത്ത ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ചത്? ആണവായുധമില്ലാത്ത ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഏതാ രാജ്യം? ചൈനയാണ് കേട്ടോ. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള കൃതികൾ ഏതെല്ലാമാണ്? ഭഗവത്ഗീത, നാട്യശാസ്ത്രം തുടങ്ങിയവയാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള കൃതികൾ ഏതെല്ലാമാണ്? ഭഗവത്ഗീതയും അതുപോലെ തന്നെ നാട്യശാസ്ത്രവുമാണ് എന്ന് ഓർക്കുക. അടുത്ത് രാജ്യത്തെ ആദ്യത്തെ AI ഇക്കണോമിക് സോൺ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ നവറായ്പൂരിലാണ് ഇങ്ങനെ ഒരു സാമ്പത്തിക മേഖല AI ഇക്കണോമിക് സോൺ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ AI അധിഷ്ഠിത AI ഇക്കണോമിക് സോൺ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ നവറായ്പൂരിലാണ് ഇത് നിർമ്മിക്കാനായിട്ട് പോണേന്ന് ഓർക്കണം. ഇനി അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ആർക്ക് നൽകുന്നതിനുള്ള ഉടമ്പടിയിലാണ് ബ്രിട്ടൻ ഒപ്പുവെച്ചത്? ആർക്കാ കൊടുക്കാൻ പോണേ? മൗറീഷ്യസിനാണ് നൽകാൻ പോണേ. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ബ്രിട്ടൻ നൽകുന്നതിന് ഒപ്പുവെച്ചത് ഏത് രാജ്യത്തിന് നൽകുന്നതിനാണ് ഉള്ള ഉടമ്പടിയിലാണ് ഒപ്പുവെച്ചത്? മൗറീഷ്യസിന് കേട്ടോ. ഇനി 2025 വനിതാ കബഡി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. US സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ നേതൃസ്ഥാനം രാജിവെച്ച ശതകോടീശ്വരൻ ആരാണ്? ഇലോൺ മസ്ക്. US സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പിന്റെ നേതൃസ്ഥാനം രാജിവെച്ച ശതകോടീശ്വരൻ ആരാണ്? ഇലോൺ മസ്ക് ആണ്. 170 വർഷം പഴക്കമുള്ള ബ്രിട്ടനിലെ ദ ടെലിഗ്രാഫ് പത്രത്തെ വാങ്ങുന്ന കമ്പനി ഏതാണ്? റെഡ് ബേർഡ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സ്. റെഡ് ബേർഡ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സ്. അപ്പൊ 170 വർഷം പഴക്കമുള്ള ബ്രിട്ടനിലെ പത്രം ഏതാണ്? ദ ടെലിഗ്രാഫ് ആണ്. അത് വാങ്ങുന്നത് ഏത് കമ്പനിയാണ്? റെഡ് ബേർഡ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന പത്രമാണ്. അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയ INS ബ്രഹ്മപുത്ര ഏത് തരം നാവിക കപ്പലാണ്? ഗൈഡഡ് മിസൈൽ ഫ്രീഗേറ്റ് ആണ്. ഏത് തരം നാവിക കപ്പലാണ്? ഗൈഡഡ് മിസൈൽ ഫ്രീഗേറ്റ്. ഏത്? INS ബ്രഹ്മപുത്ര. അപ്പൊ INS ബ്രഹ്മപുത്ര ഗൈഡഡ് മിസൈൽ ഫ്രീഗേറ്റ് ആണ് എന്ന് ഓർക്കാം. അടുത്തത് നെക്സ്റ്റ് വൺ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ കാഴ്ച പരിമിതി ഉള്ള, അതായത് കാഴ്ച പരിമിതി ഉള്ള ഇന്ത്യൻ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? ചോൺസിംഗ് ആങ്മോ. എന്താണ്? ചോൺസിംഗ് ആങ്മോ. അവരാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ കാഴ്ച പരിമിതിയുള്ള ഇന്ത്യൻ വനിത എന്ന് ഓർക്കണം. യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോളിൽ ജേതാക്കളായത് ആരാണ്?
യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോളിൽ ജേതാക്കളായത് ആരാണ്? ചെൽസി ആണ്. ആരാണ്? ചെൽസി. അടുത്തിടെ ഗൂഗിൾ അവതരിപ്പിച്ച ത്രിമാന വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിന്റെ പേരെന്താണ്? ബീം എന്നാണ്. അടുത്തിടെ ഗൂഗിൾ അവതരിപ്പിച്ച ത്രിമാന വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിന്റെ പേരെന്താണ്? ബീം എന്നാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളെ അംഗൻവാടികളിലും സ്കൂളുകളിലും എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ആയിയെ ഏക് സാത്ത് സീക്കെ. ആയിയെ ഏക് സാത്ത് സീക്കെ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളെ അംഗൻവാടികളിലും സ്കൂളുകളിലും എത്തിക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആയിയെ ഏക് സാത്ത് സീക്കെ. 9ാമത്തെ ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം എന്തായിരുന്നു? 9ാമത്തെ ഇന്ത്യയിലെ മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം ഇന്നോവേറ്റ് ടു ട്രാൻസ്ഫോം എന്നാണ്. ഇന്നോവേറ്റ് ടു ട്രാൻസ്ഫോം. എന്താണ്? ഇന്നോവേറ്റ് ടു ട്രാൻസ്ഫോം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ എന്താ പറയാ ആനുകാലിക ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചത്. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ക്ലാസ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.